വയനാട് ടൂറിസം മേഖല പ്രതിസന്ധിയിലാണ്. ഉരുൾപൊട്ടലും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിച്ച ആഘാതത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം. ടൂറിസം മേഖലയിൽ തൊഴിലില്ലാതെ നിരവധി പേർ ഇപ്പോൾ ആശങ്കയിലുമാണ്. കഴിഞ്ഞ ദിവസം ബാണാസുര സാഗർ ഡാം പരിസരത്തെ ടൂറിസം കേന്ദ്രം തുറന്നിരുന്നു. പക്ഷേ അത് ആശ്വാസകരമായൊരു വാർത്തയാകുമ്പോഴും ടൂറിസം വയനാട് ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല കൂടിയാണ്. പക്ഷേ ആ വലിയ ദുരന്തത്തെ തുടർന്ന് സ്വാഭാവികമായും എല്ലാ കേന്ദ്രങ്ങളും അടച്ചു. അത് തുറക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നുണ്ട്. പക്ഷേ അത് സൃഷ്ടിക്കുന്ന ആശങ്ക അങ്ങനെയുമുണ്ട്. വയനാടിനെ സംബന്ധിച്ച് തൊഴിലില്ലാതായി പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആശങ്ക പല തരത്തിലാണ്. റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ ചെറുതും വലുതുമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട് ബാധിക്കുന്ന മേഖലയാണ് ടൂറിസം. മേപ്പാടി ഉരുൾപൊട്ടൽ ആയിരക്കണക്കിന് പേർ തൊഴിലെടുക്കുന്ന വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. മുമ്പില്ലാത്ത വിധം പ്രതിസന്ധി നേരിടുകയാണ് ഈ രംഗം. ടാക്സി, റിസോർട്ട്, ഹോം സ്റ്റേ, ഹോട്ടൽ, ടൂറിസം അനുബന്ധ വ്യാപാര കേന്ദ്രങ്ങൾ എല്ലാം നിശ്ചലമാണ്. ഉരുൾപൊട്ടലിനൊപ്പം പ്രതികൂല കാലാവസ്ഥയും വിനോദസഞ്ചാര മേഖലയെ തളർത്തി. ഇപ്പോൾ ഈ ചൂരൽമലയുടെ ഇഷ്യൂ ശേഷം മൊത്തത്തിൽ നമ്മൾ വയനാട്ടിൻ്റെ ടൂറിസം മേഖല തന്നെ മൊത്തത്തിൽ തകർന്ന കണക്കാണ്. ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു 19 സ്റ്റാഫോളം ഉണ്ട്. 19 സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 50 കുടുംബം പോലെയാണ്. അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്ത സഞ്ചാരികൾ വരുന്നില്ലെന്ന് ടാക്സി ഡ്രൈവർമാരെ വിളിച്ചറിയിക്കുന്നു. പാക്കേജുകൾ ഇല്ലാതായതോടെ ടാക്സി സ്റ്റാൻഡുകളിലെത്തി ജോലിയില്ലാതെ മടങ്ങുകയാണ് ഭൂരിപക്ഷം പേരും. വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടൂറിസം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട്, ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ നമുക്ക് റിസോർട്ടുകളിൽ നിന്ന് ബുക്കിംഗ് ഉണ്ടായിരുന്നു, ടൂറിസ്റ്റിൻ്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. റെയിൽവേ പോയി എടുക്കാൻ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനും അതേപോലെ ഇവിടെ സ്ഥലങ്ങൾ കാണിച്ച് തിരിച്ചു കൊണ്ടുവിടാനും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അതെല്ലാം ക്യാൻസലായി. മുമ്പുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ച ചരിത്രമാണ് വയനാടിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയും മറികടന്ന് മുന്നോട്ടു പോകാൻ വയനാടിനാകും. കാലാവസ്ഥ അനുകൂലമാകുന്നതും ഓണക്കാലവും പ്രതീക്ഷിച്ചാണ് ടൂറിസം കേന്ദ്രങ്ങളുടെ പിടിച്ചുനിൽക്കൽ. ക്യാമറാമാൻ നിബിൻ രാജിനൊപ്പം AK ലതീഷ്, വയനാട്.